ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തതയാർന്ന ഒരു റെസിപ്പിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു മധുരമാണ്, ചക്ക കൊണ്ടൊരു പ്രഥമൻ. അപ്പോൾ ചക്കപ്രഥമൻ തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത വരിക്ക ചക്കച്ചുള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 പിടി ചവ്വരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചക്കച്ചുള അരിഞ്ഞതും ചവ്വരിയും കൂടെ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചവ്വരി വെന്തിരിക്കും. ഇപ്പോൾ ചക്കയും പാകമായിരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് ശർക്കര, മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുത്ത് അതൊന്ന് ഞാനിത് ചെറുതായിട്ട് ഉടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ 2 വിസിലിന് ശേഷം ചക്കയും ചവ്വരിയും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് തവി വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് ചേർക്കാം. ഒരുപാടിട്ടങ്ങ് കലക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചക്കയും ചവ്വരിയും വേവിച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. കാരണം അതിലേക്ക് ആ നെയ്യ് നന്നായിട്ടൊന്ന് പിടിക്കണം. നെയ്യൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടതൊന്ന് ഇളക്കി ആ നെയ്യ് ആ ചക്കയിലും ചവ്വരിയിലും പിടിക്കത്തക്ക രീതിയിൽ കുറേ നേരം അതൊന്ന് ഒരു 5-10 മിനിറ്റോളം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശർക്കര പാനിയാക്കി അരിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി പിടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം നെയ്യിട്ട് ഇളക്കിയതിന് ശേഷമാണ് പിന്നെയാണ് നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷവും ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കുക, ആ മധുരം ആ ചക്കയിലൊന്ന് പിടിക്കുന്നത് വരെ. ഇനി നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിരിക്കണം. ആ തിളപ്പിച്ച പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാലല്ല, പശുവിൻ പാലാണ്. കണ്ടോ, തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ്. നല്ല തിളച്ച പാലേ ഒഴിക്കാവൂ, അല്ലെങ്കിൽ പിരിഞ്ഞതുപോലെ ആകും. നമുക്കിനി പായസം മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ അല്പം നെയ്ക്കകത്ത് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു പായസമാണ്. പായസം പ്രഥമനാണ്, ചക്കപ്രഥമൻ. അപ്പോൾ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നെയ്യിലൊന്ന് ചൂടാക്കി നമ്മളെല്ലാ പ്രഥമനും പായസത്തിനും ഒക്കെ ചെയ്യുന്നത് പോലെ നെയ്ക്കകത്തൊന്ന് വഴറ്റി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മധുരമാണ്, വ്യത്യസ്തതയാർന്ന ഒരു മധുരം. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ആവശ്യത്തിന്, അവരവരുടെ ഒരു ആവശ്യത്തിനനുസരിച്ച്, അതിനൊന്നും കൃത്യമായൊരു അളവൊന്നും പറയാനില്ല. കണ്ടോ, നമ്മുടെ പായസം കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ഇനി നമുക്കിതിലേക്ക് അല്പം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിക്കണം. അപ്പോൾ കുറച്ച് ഏലക്കയും ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടത് പൊടിഞ്ഞു കിട്ടും. കണ്ടോ, ഇനി ഇത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ആരോഗ്യപ്രദമായ ഒരു മധുരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.